ഹലോ ഗൈസ്, ഇന്ന് ഉച്ചയ്ക്കുള്ള ലഞ്ച് പ്രിപ്പറേഷൻസ് നമുക്കൊന്ന് നോക്കി നോക്കാം. കറി എന്ത് വെക്കണമെന്ന് ഡൗട്ട് അടിച്ചിരിക്കുകയാണെങ്കിലും ആദ്യം തന്നെ ഞാൻ ചോറ് വെച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചോറ് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് നമുക്കൊരു ചീമച്ചക്ക മെഴുക്ക് വരട്ടിയാലോ? ചീമച്ചക്ക ഇവിടെ അരിഞ്ഞു വെച്ചു. ഇനി ഇതിന്റെ കൂടെ ഒരു ചെറിയ വഴുതനങ്ങയും കൂടെ ഇടാന്ന് വിചാരിച്ചു. രണ്ടും കൂടെ ഒരുമിച്ചിട്ട് മെഴുക്ക് വരട്ടാം. നമ്മുടെ പൂക്കി ഇങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ കൂടെ അവർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നു. ഞാൻ എല്ലാ അരിയും എടുക്കുകയൊക്കെ ചെയ്യുന്നത് കയ്യൊറ ഉപയോഗിച്ചിട്ടാണ്. എനിക്ക് കയ്യൊറ ഇല്ലാതെ ഒന്നും പറ്റത്തില്ല. ഇങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ചീമച്ചക്ക മെഴുക്ക് വരട്ടി എന്നാൽ പിന്നെ കൂടെ ഒരു സാമ്പാറും കൂടെ ഉണ്ടാക്കാന്ന് വിചാരിച്ച് സാമ്പാറിനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സാമ്പാറെല്ലാം തിളച്ച് കഴിഞ്ഞപ്പോഴാണ് മുട്ട പൊരിക്കാൻ എടുത്തത്. സാമ്പാറും മുട്ടയും എൻ്റെ ഫേവറേറ്റ് കോംബോ ആണ്. മുട്ട തിരിച്ചിട്ടപ്പോഴത്തേക്ക് അതിന്റെ ഷേപ്പ് എല്ലാം പല രീതിയിലായി. പക്ഷെ എനിക്ക് മുട്ടയ്ക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടണമെന്നൊന്നും ഒരു നിർബന്ധം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കിട്ടിയ ഷേപ്പിൽ അതങ്ങ് എടുക്കാന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ചോറ് വിളമ്പാം. ചോറിനപ്പം കറികളായിട്ട് സാമ്പാറുണ്ട്, ചീമച്ചക്ക മെഴുക്ക് വരട്ടിയുണ്ട്, പിന്നെ വീട്ടിൽ നിന്ന് അമ്മ ഇട്ട് കൊടുത്തു വിട്ട അച്ചാറുണ്ട്, മുട്ട പൊരിച്ചതുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ലുലുമോളിൽ പോയപ്പം അവിടെ നമുക്കിങ്ങനെ മീനൊക്കെ മസാല പുരട്ടി കിട്ടും. അപ്പം നമുക്ക് ജസ്റ്റ് കൊണ്ടുവന്ന് അത് വറുത്തെടുത്താൽ മാത്രം മതി. അപ്പം ഞാൻ എളുപ്പത്തിന് അവിടെ നിന്നൊരു സിലോപ്പിയ മസാല വരട്ടിയത് എടുത്തിട്ടുണ്ടായിരുന്നു വറുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് ഞാൻ വറുത്ത് വെച്ചിടം തൊട്ട് കഴിക്കാൻ തുടങ്ങിയത് കൊണ്ട് ഇപ്പം അതിൻ്റെ പകുതി പീസ് മാത്രമേ ഉള്ളൂ. ചക്കയും വഴുതനങ്ങയും കൂടെ ഞാൻ ആദ്യമായിട്ടാണ് ഒരുമിച്ചിട്ട് മെഴുക്ക് വരട്ടി കഴിക്കുന്നത്. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതിനും. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.